ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് ഇവർക്ക് കൊടുത്തിരുന്ന മോർണിംഗ് ടാസ്ക് ഹൈജീനിക്കായ ഒരു വ്യക്തിയെയും അൺഹൈജീനിക്കായ ഒരു വ്യക്തിയെയും തിരഞ്ഞെടുക്കുക എന്നായിരുന്നു. പലരുടെയും പേര് പറഞ്ഞു. അനുമോള് പറഞ്ഞത് അൺഹൈജീനിക്കായി രേണുസുധിയുടെ പേരായിരുന്നു. അനുമോൾ അതിന് റീസണായി പറഞ്ഞത് കുളിക്കാറില്ല എന്ന് അനുമോൾ ഉദ്ദേശിച്ചത് തല കഴുകാറില്ല, മേല് മാത്രമേ ഡെയിലി കഴുകാറുള്ളൂ. പിന്നെ നെറ്റിയിലൊക്കെ പെയിൻ വന്നിരിക്കും, തല എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും, പൊഴിഞ്ഞു വീഴുന്ന മുടിയൊന്നും എടുത്ത് കളയില്ല, അങ്ങനെ കുറച്ച് റീസൺ പറഞ്ഞു. എന്തായാലും അത് രേണുസുധിക്ക് ശരിക്കും ഫീലായി. രേണുസുധി ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുവിൻ്റെ അടുത്ത് വന്ന് അനുവിനോട് പറയുന്നുണ്ട്, നിനക്കിതൊക്കെ എന്നോട് ഒരിക്കലെങ്കിലും പേഴ്സണലായിട്ട് പറയായിരുന്നു. ആരും എന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചേനെ. പിന്നെ തലയിൽ പെയിനുണ്ട്, അത് ശരിയാണ്. എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് എനിക്കിപ്പോൾ മുടി ചീകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ക്ലീൻ ആക്കി വെച്ചിരുന്നേനെ. നീ എന്നോട് പറഞ്ഞിട്ടും ഞാനത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇതുപോലെ പബ്ലിക്കായി പറയാമായിരുന്നു. ഇതിനി പുറത്തുനിന്ന് കേൾക്കുന്നവരെങ്ങനെ വിചാരിക്കുമെന്നൊക്കെ രേണു വളരെ സങ്കടത്തോടെ തന്നെ അനുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് രേണു പോകും. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, നീ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. നീ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കരുതി എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അപ്പോൾ അനുമോള് പറയുന്നത്, ഞാൻ അതിനെന്താണ് മോശമായി പറഞ്ഞത്? ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പെയിൻ ഉള്ളത് ഒരു തെറ്റാണോ? എൻ്റെ തലയിലും ചെറുപ്പത്തിൽ പെയിൻ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ തലയിൽ നിന്ന് പെയിൻ എടുത്ത് കൊല്ലുമായിരുന്നു. എനിക്ക് പെയിൻ ഉള്ളത് ഒരു ചീത്ത കാര്യമായി തോന്നിയില്ല. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ശൈത്യയും നൂറയും പറയുന്നത്, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ, നീ അങ്ങനത്തെ ഒരു കാര്യം നോട്ടീസ് ചെയ്തെങ്കിൽ ആദ്യം പറയേണ്ടത് രേണുവിനോടായിരുന്നു, അല്ലാതെ ഇതുപോലെ പബ്ലിക്കായിട്ടല്ല. അത് അവർക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഇതിപ്പോൾ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിൻ്റെ വേറൊരു വേർഷനാണ് നീ ഇന്ന് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അനുമോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയ തെറ്റാണോ എന്ന് തന്നെയാണ് അനുമോള് അപ്പോഴും പറയുന്നത്. ശൈത്യ പറയുന്നുണ്ട്, തെറ്റാണ്, എനിക്ക് അതൊരു തെറ്റായി തന്നെ തോന്നി. എന്നോടാണ് ഇതുപോലെ ഒരാൾ പബ്ലിക്കായി പറയുന്നെങ്കിൽ എനിക്ക് ഫീലാകും. എനിക്കതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് എന്ന് തന്നെ ശൈത്യ ഉറപ്പിച്ച് പറയുന്നു. അനുമോൾ അപ്പോഴും അനുമോൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നില്ല. അനുമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അനുമോളുടെ ഒരു സ്വഭാവം വെച്ച് അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാത്ത ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് അനുമോൾ. ഇന്ന് രാവിലെ പോലും ആ കിച്ചണിലെ സ്ലാബിൽ കയറി ഇരുന്നത് അനുമോൾ തെറ്റാന്ന് അംഗീകരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതും തെറ്റാണെന്ന് അംഗീകരിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും ശൈത്യയും നൂറയും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുമോൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല.